തന്നെ മലയാള സിനിമയുടെ പുതിയൊരു അധ്യായം കൂടി എഴുതി ചേർക്കുന്ന ദിവസമാണ്. മലയാള സിനിമയിലേക്ക് ചരിത്രം കുറിച്ചുകൊണ്ട് മറ്റൊരു സിനിമ കൂടി വരുന്നു, വാഗ്ദത്ത ഭൂമി. ഈ ഒരു സിനിമയുടെ നമുക്കറിയാം, കുറെ പേർക്ക് ഈ സിനിമയെ കുറിച്ച് അറിയാല്ലേ. AI മൂവി നമ്മുടെ മലയാളത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നു. കുറേയേറെ സിനിമകൾ ഇതിനിടെ തന്നെ AI മൂവിയാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അതൊന്നും റിലീസിംഗ് ഘട്ടത്തിലേക്ക് വരെ എത്തിയില്ല. പക്ഷെ നമ്മുടെ വാഗ്ദത്ത ഭൂമി അടുത്ത ദിവസം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഈ ഒരു സന്തോഷ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കൈഡി നൽകാം വാഗ്ദത്ത ഭൂമി എന്ന ഈ ഒരു സിനിമയ്ക്കായിട്ട്. താങ്ക് യു സോ മച്ച്. റേഡിയോയിൽ 107.5 FM റെയിൻബോയിൽ RJ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സിനിമയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ AI എന്ന് പറയുന്നത് നമുക്ക് ഇനി ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു ഘടകമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പറയും AI ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഇതുപോലെ തന്നെ പറഞ്ഞിരുന്നു മൊബൈലോ എന്ത്. പക്ഷെ എത്രയോ പെട്ടെന്ന് അത് നമ്മുടെ ജീവിതത്തിലെ ശ്വാസം പോലെ ഇടം പിടിച്ചു അല്ലെ. അതുപോലെ തന്നെ സിനിമകളിൽ ഇപ്പോൾ AI വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഡബ്ബിങ്ങുകളിൽ ആദ്യമേ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഗ്രാഫിക്സ്, ഇതിനെല്ലാം തന്നെ പാട്ടുകൾ ഇപ്പോൾ AI ചെയ്യുന്നു. മിനിറ്റുകൾക്കുള്ളിൽ, സെക്കൻഡുകൾക്കുള്ളിൽ 4 വരി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി മ്യൂസിക് ഇട്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്നു. എന്തുകൊണ്ട് സിനിമ? അത് ചിന്തിച്ചത് നമ്മുടെ വാഗ്ദത്ത ഭൂമിയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാമാണ്. അവർക്ക് നല്ലൊരു കൈഡി നൽകാം. അപ്പോൾ ഈ ഞാൻ അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ സിനിമയിലെ താരങ്ങളുണ്ട്. നമ്മുടെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, അതുപോലെ തന്നെ സിനിമാ മേഖലയിലും പിന്നണിയിലും പ്രവർത്തിക്കുന്ന നിരവധി പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ദൃശ്യ മാധ്യമം, അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയാസ്, അതുപോലെ റേഡിയോ ഈ ഒരു ചിത്രത്തിനുണ്ട്. പ്രശസ്ത സ്വതന്ത്ര ചലച്ചിത്രകാരനായ ഗാനം ചെയ്യുന്ന ചിത്രം മനുഷ്യബന്ധങ്ങൾ, അതുപോലെ കുടിയേറ്റം, പിതൃഭൂമിയോടുള്ള ഒരു ആത്മബന്ധം, അങ്ങനെയുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ഈ ഒരു ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യൻ പനോരമ ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ സിനിമകൾ പ്രദർശിപ്പിച്ചിട്ടുള്ള സംവിധായകനായ സിദ്ദിഖ് പറവൂരാണ് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മലയാള സിനിമയിൽ ഈ ഒരു പുതിയ ദൃശ്യഭാഷ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിലൂടെ. നമുക്ക് നമ്മുടെ ഓരോരുത്തരെയായിട്ട് വേദിയിലേക്ക് ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പ്രൊഡ്യൂസർ ഓഫ് വാഗ്ദത്ത ഭൂമി ഷാജു വാലപ്പൻ. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് വിന്നർ ആണ്. ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർ 2026 ഫിലിം നിഴൽ വ്യാപാരികൾ ആൻഡ് ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ ആൻഡ് വോൺ രാജസ്ഥാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. അതുപോലെ തന്നെ സത്യജിത് റേ ഫിലിം അവാർഡ്. പ്രവാസിയാണ്, ബിസിനസ്സുകാരനാണ്, കലാകാരനാണ്, സഹൃദയനാണ്. ലെറ്റ്സ് വെൽക്കം ഷാജു വാലപ്പൻ ഓൺ ടു ദ സ്റ്റേജ്. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ കാണാം. പ്ലീസ് പ്ലേ ദ AV. ഇപ്പോൾ വാലപ്പൻ ക്രിയേഷൻസ് അവരെയും സ്റ്റേജിലേക്ക് ഹാർദമായി ക്ഷണിക്കും. താങ്ക് യു സോ മച്ച്. ആൻഡ് നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് നമ്മുടെ ഈ ഒരു സിനിമയുടെ സംവിധായകനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സിദ്ദിഖ് പറവൂർ. ഇദ്ദേഹത്തെ കുറിച്ച് പറയുവാണെങ്കിൽ നിരവധി സിനിമകൾ നമുക്കറിയാം. താഹിറ ഇന്ത്യൻ പനോരമ സെലക്ടഡ് മൂവിയാണ്. അതുപോലെ തന്നെ സ്വന്തം ശ്രീധർ, അതുപോലെ തന്നെ ലാൻഡ് ഓഫ് സോളമൻ ഇംഗ്ലീഷ് മൂവിയാണ്. സ്വാലിഹ്, നിഴൽ വ്യാപാരികൾ, അതിന്റെ സ്ക്രിപ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുകയാണ്. നെക്സ്റ്റ് ഐ ഇൻവൈറ്റ്, നമുക്കിന്ന് വളരെ വിശിഷ്ട ഒരു വ്യക്തി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തേക്കിൻകാട് ജോസഫ് സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ആൻഡ് സ്കൂൾ ഓഫ് ജേർണലിസം പ്രസ് ക്ലബ് കോട്ടയത്തിന്റെ ഡയറക്ടറുമാണ്. അതുപോലെ തന്നെ എനിക്ക് വളരെ സന്തോഷമുള്ള സ്വാഗതം ചെയ്യാം ഡോക്ടർ അനശ്വരിയെ. 4 മൂവീസിന്റെ ഹീറോയിനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫിലിംസ് നിഴൽ വ്യാപാരി എല്ലാം ഹീറോയിൻ ആയിട്ടുള്ള അനശ്വരിയെ നമുക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈഡി നൽകാം. താങ്ക് യു സോ മച്ച്. ആൻഡ് നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് ജലീൽ ബാദുഷ, നമ്മുടെ ഈ ഒരു സിനിമയുടെ സ്റ്റിൽസ് മറയ്ക്കലിനെ സ്വാഗതം ചെയ്യുന്നു. നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് ചന്ദ്രബോസ്. നമ്മുടെ ഇതിന്റെ സ്റ്റുഡിയോ ആണ്, ബോസ്മാൻ സ്റ്റുഡിയോ ആണ്. അതിലെ ചന്ദ്രബോസിനെ ഞാൻ ഹാർദമായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈഡി നൽകാം. നമ്മുടെ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന സിനിമയുടെ പ്രധാനപ്പെട്ട കണ്ണികളാണ് ഈ ഒരു നിൽക്കുന്നത്. ഈ കണ്ണികൾക്ക് തുടർച്ചയായിട്ട് നിരവധി താരങ്ങളും അതുപോലെ അണിയറ പ്രവർത്തകരും ഇവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സസന്തോഷം സ്വാഗതം ചെയ്യുകയാണ്. നമുക്കപ്പോൾ തിരിതെളിയോടെ തിരിതെളിയിക്കുന്നതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടറെയും അതുപോലെ തന്നെ പ്രൊഡ്യൂസറെയും ആക്ടേഴ്സിനെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.
ട്രെയിലറും എല്ലാം കാണാനായിട്ട്. അപ്പോൾ പ്രൊഡ്യൂസർ എന്ന നിലയിൽ എങ്ങനെയാണ് ഈ ഒരു സിനിമ മനസ്സിലേക്ക് കടന്നു വരുന്നത്? എങ്ങനെയായിരുന്നു ഇതിൻ്റെ തുടക്കം? സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസം. എൻ്റെ കൂടെയുള്ള ടീം അംഗങ്ങൾ, പ്രിയ മാധ്യമ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകൻ ആയിട്ട് ജീവിതം ആരംഭിച്ച ഒരാളാണ് ഞാൻ. മലയാളത്തിലെ ദേശാഭിമാനി, ചന്ദ്രിക എന്നീ 2 പത്രങ്ങളിലെയും ജീവനക്കാരായിരുന്നു. പിന്നീട് സർക്കാർ സർവീസിൽ കയറുകയും വഴിതെറ്റിപ്പോവുകയും ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ VRS എടുത്ത് വീണ്ടും ഈ രംഗത്തേക്ക് കടന്നു വരികയും 12 വർഷമായി ഞാനിപ്പോൾ ഈ സിനിമ രംഗത്തുണ്ട്. ഇന്ത്യൻ പനോരമയിൽ മത്സര വിഭാഗത്തിൽ ഒരു ചിത്രം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ ചിത്രം ബംഗളൂരു അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ വിൻ ചെയ്ത ഒരു ചിത്രമായിരുന്നു. കോവിഡ് സമയത്ത് ആ സിനിമ റിലീസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ കുറേ ബാധ്യതയൊക്കെ വന്നൊരു സാധാരണക്കാരായ ഒരു സിനിമക്കാരനാണ് ഞാൻ. ആദ്യമായി ഞാൻ ഈ AI കുറിച്ച് പറയുമ്പോൾ ആദ്യം നന്ദി പറയേണ്ടത്, അല്ലെങ്കിൽ കടപ്പെട്ടിരിക്കുന്നത്, ഈ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് മനുഷ്യന് ഈ ജ്ഞാനം നൽകിയ ഈ പ്രപഞ്ചത്തിൻ്റെ ഈ പ്രപഞ്ച സൃഷ്ടാവിനോടാണ് ആദ്യം നന്ദി പറയേണ്ടത്. ഇപ്പോൾ നമ്മളെല്ലാവരും AI കാലത്താണെങ്കിലും എല്ലാവരും പറയുന്നു AI സിനിമ പിടിക്കുമെന്ന്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ക്യാമറ ഉള്ള എല്ലാവരും കയ്യിൽ ക്യാമറ ഉണ്ട്. അവരൊന്നും ഇപ്പോൾ സിനിമ പിടിക്കുന്നൊന്നുമില്ല. സിനിമ അറിയാവുന്ന അല്ലെങ്കിൽ സിനിമ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു പരിധിവരെ AI സിനിമ പിടിക്കാൻ സഹായിക്കും. അതാണ് എൻ്റെ ഈ 2 വർഷത്തെ ഇതിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായത്. ഇത് ഒരു അതിഗംഭീരമായ സിനിമയാണ് എന്നൊന്നും അവകാശമില്ല. എങ്കിൽ തന്നെയും ഈ രംഗത്ത് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായ ഒരു കാലഘട്ടമാണ്. AI സിനിമയിൽ അല്ലെങ്കിൽ മറ്റെല്ലാ രംഗത്തെ പോലെ സിനിമയിലും വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ ആളുകൾക്ക് തൊഴിലവസരങ്ങളും മറ്റും എല്ലാം ഉണ്ടാകാനുള്ളൊരു വലിയൊരു മേഖലയാണിത്. അപ്പോൾ എന്തായാലും ഇത്തരമൊരു സംരംഭത്തിന് കൂടെ നിന്ന ഷാജു വാലപ്പൻ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് ലിൻസി ഷാജു വാലപ്പൻ, പിന്നെ എൻ്റെ കൂടെ നിന്ന മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. സിനിമയുടെ ട്രെയിലർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ റിലീസ് ചെയ്യുന്നത്. സിനിമ ഞങ്ങൾ കുറച്ച് ഫെസ്റ്റിവലുകൾക്ക് ശേഷമായിരിക്കും റിലീസ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളും മറ്റും നമുക്ക് ഈ ട്രെയിലർ ശേഷം സംസാരിക്കാം. വളരെ സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്. ഞാൻ അടുത്ത കാലത്താണ് ശ്രീ ഷാജു വാലപ്പനെയും അതുപോലെ തന്നെ സിദ്ദിഖ് പറവൂരിനെയൊക്കെ പരിചയപ്പെടുന്നത്. എന്നാൽ അവരുടെ ചിത്രങ്ങൾ സ്വാലിഹ് എന്ന മൂവിയും നിഴൽ വ്യാപാരികളും കേരള ഫിലിം ക്രിറ്റിക്സിൻ്റെ 2025 അവാർഡിന് ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുൻപ് അവർ സമർപ്പിച്ചിരുന്നു. ഈ 2 ചിത്രങ്ങൾക്കും ക്രിട്ടിക്സ് അവാർഡ് നൽകാൻ ഞങ്ങളുടെ ജൂറി ഏകകണ്ഠമായി തീരുമാനിച്ചു, നൽകുകയുണ്ടായി എന്നത് ഇവിടെ ഞാൻ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി പറയട്ടെ. 2 ചിത്രങ്ങളെ സംബന്ധിച്ച് ബിസിനസ് രംഗത്തും അതുപോലെ തന്നെ സിനിമാ രംഗത്തും ശ്രദ്ധേയനായ വ്യക്തിക്ക് നവാഗത സംവിധായകനുള്ള അവാർഡ്. ഏതാണ്ട് 14 സിനിമകൾ നവാഗത സിനിമകളായിട്ട് ഈ മത്സരത്തിന് എത്തിയിരുന്നു. മൊത്തം 62 സിനിമകളാണ് ഞങ്ങൾ ഈ 2 മാസത്തിനുള്ളിൽ ജൂറി കണ്ടത്. ആ 12 സിനിമകൾ നവാഗത സിനിമകൾ എടുത്ത ആളുകളിൽ നിന്നും
ഷാജു വാലപ്പന് ഞങ്ങൾക്ക് നവാഗത സംവിധായകനുള്ള അവാർഡ് നൽകുന്നതിന് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. സ്വാലിക് എന്ന സിനിമയിലൂടെ അദ്ദേഹം അതിൻ്റെ നിർമ്മാതാവാണ്. ആ സിനിമ നമ്മുടെ തിയേറ്ററുകളിൽ വരുന്ന അവസരത്തിൽ അത് മലയാള സിനിമയിലെ ഒരു ശ്രദ്ധേയമായ ചിത്രമായി തീരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ സിനിമയും അതുപോലെ നിഴൽ വ്യാപാരികൾ എന്ന സിനിമ ഷാജു വാലപ്പൻ സംവിധാനം ചെയ്ത ആ സിനിമയും നമ്മുടെ മലയാള സിനിമ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിത്തീരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫിലിം ക്രിട്ടിക്സ് അവാർഡുകൾ ഇത് കഴിഞ്ഞ 48 വർഷങ്ങളായി തുടർച്ചയായി അവാർഡുകൾ നൽകുന്ന ഒരു സംഘടനയാണ് ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ. വർക്കിൻ്റെ പരിസമാപ്തിയാണ് ഇന്നിവിടെ ആവിഷ്കരിക്കാൻ പോകുന്നത്. ഒത്തിരി സന്തോഷം. ആ സന്തോഷത്തിൽ പങ്കുവയ്ക്കാനായിട്ട് നിങ്ങളെ ഞങ്ങളുടെ ഒപ്പം നിർത്തിയപ്പോൾ ഞങ്ങൾക്ക് അതിലേറെ സന്തോഷമുണ്ട്. അധികമൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഈ സിനിമ എന്ന് പറയുന്നത് വാലപ്പൻ ക്രിയേഷൻ്റെ 6ാമത്തെ പ്രൊജക്റ്റാണ്. ആദ്യം നമ്മൾ ചെയ്തൊരു ആൽബമായിരുന്നു. പിന്നെ അവിടെ നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അതിനുശേഷം ഒരു കമേഴ്ഷ്യൽ പടം ചെയ്തു. പിന്നെ 2 ആർട്ട് മൂവി ചെയ്തു. പിന്നെ പുതുമയാർന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ നമ്മൾ മലയാള സിനിമയ്ക്കായിട്ട് സമ്മാനിക്കുന്നത്. എല്ലാവർക്കും അറിയാം, AI ഫിലിമിനെ കുറിച്ചും AI വിഷ്വൽ മീഡിയയെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാം. 100% AI ആയിട്ട് ഇന്ന് വരെ ആരും മലയാളത്തിലൊരു ചിത്രം പോലും നിർമ്മിച്ചിട്ടില്ല. ആ റെക്കോർഡ് ഇന്ന് വാലപ്പൻ ക്രിയേഷനും സിദ്ദിഖും നമ്മുടെ ഈ നിൽക്കുന്ന ടീമും ഏറ്റെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സിനിമയിൽ ഒരു അടിവരയിടാനും അതിൻ്റെ ഒരു ഹിസ്റ്ററി രചിക്കാനും ഈ നിൽക്കുന്ന ടീമിന് സാധിച്ചു. പലരും ഇതിൻ്റെ പുറകിലുണ്ട്. എല്ലാവരും സ്റ്റേജിൽ നിർത്തിയിട്ടില്ല. എന്നിരുന്നാലും ഞങ്ങൾ ആദ്യം തന്നെ ഈ പിക്ചർ ഇവിടെ കാണിക്കും. പിക്ചറിൻ്റെ ട്രെയിലർ ഇവിടെ കാണിക്കും. അതിന് ശേഷമായിരിക്കും നമ്മൾ പ്രസ് മീറ്റ് നടത്തുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഞങ്ങളുടെ ഈ നൂതന രീതികളിലേക്ക് കടക്കുന്ന ഈ അവസരം നമ്മുടെ മാധ്യമ പ്രവർത്തകർ, മീഡിയ, ഓൺലൈൻ, വിഷ്വൽ, പത്രം, എല്ലാ മാധ്യമ പ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്ന് ഇത് നല്ല രീതിയിൽ ഞങ്ങളെ പ്രൊമോട്ട് ചെയ്യാനും എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കാനുമായിട്ട് നിങ്ങളെല്ലാവരും പരിശ്രമിക്കണമെന്നും ഒരു അഭ്യർത്ഥന ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. കാരണം നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുമ്പോഴും അത് നല്ല കാര്യങ്ങളാണെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കാൻ നിങ്ങൾക്കേ സാധിക്കൂ. ഞങ്ങൾക്ക് ഇത് സൃഷ്ടിക്കാനേ സാധിക്കൂ. അപ്പോൾ അത്തരത്തിലുള്ള ദൗത്യം നിങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് ഇന്നിവിടെ എല്ലാവരും എത്തിയതിൽ. അധികം ദീർഘിപ്പിക്കുന്നില്ല. പ്രസ് മീറ്റിന് ഞാൻ കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും. താങ്ക് യു.